അങ്ങനെ നമ്മുടെ കഥാനായകൻ ജോൺ ലിസയെ അന്വേഷിച്ച് ആ സൂപ്പർ മാർക്കറ്റിലോട്ട് ഓടിയെത്തി. അവിടെ ഒരുപാട് ആളുള്ളതുകൊണ്ട് തന്നെ ലിസയെ കണ്ടുപിടിക്കാൻ അവന് പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ജോൺ വയലിൻ എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ എന്താണ് നിനക്ക് വേണ്ടത്, ബഹളം വെക്കാതെ ഇറങ്ങടാന്നും പറഞ്ഞ് നമ്മുടെ ജോണിനെ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറക്കി വിട്ടത്. ജോൺ അങ്ങനെ വിഷമിച്ച് റോഡിൽ കൂടെ തിരിച്ച് നടന്നു പോകുമ്പോൾ ദാ പുറകിൽ ലിസ നിൽക്കുന്നു. അങ്ങനെ ജോൺ തിരിഞ്ഞു നോക്കുമ്പോൾ ലിസയെ കാണുന്നതോടുകൂടെ ഈ സിനിമ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആഹാ, കൊള്ളാലോ ഈ സിനിമ. 2 മണിക്കൂറുള്ള സിനിമ ഞാൻ 20 മിനിറ്റ് മൂവി എക്സ്പ്ലനേഷൻ കൊണ്ട് കണ്ടു തീർത്തു. നാളെ ക്ലാസ്സിൽ പോയിട്ട് അമൃതയോട് ലൂസിയോട് ഈ സിനിമയുടെ കഥ പറഞ്ഞു മെയിൻ ആവണം. പിന്നല്ല എന്റെ പൊന്നു. എന്നിട്ട് ജോൺ ഉണ്ടല്ലോടി സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് വയലിൻ വായിക്കൂടി. എന്നിട്ട് എന്താ അപ്പ അല്ലേ ട്വിസ്റ്റ്? ഏത് സിനിമയുടെ കഥയാണ് നീ പറയുന്നേ? ആ എടി ലൂസി, ജോൺ ആൻഡ് ലിസ. നീ കണ്ടതാണോ? സൂപ്പർ സിനിമയാ. ആ, ഞാൻ കണ്ടതാ. അതിലൊരു സീനില്ലേ ജോൺ ഒരു കുതിരപ്പുറത്ത് വരുന്നത്? അതേത് സീന്? എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അങ്ങനെ ഒരു സീൻ കണ്ടില്ലായിരുന്നല്ലോ. എന്തായാലും അവള് സിനിമ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവളുടെ മുന്നിൽ നിന്ന് അധികം കഥ പറയണ്ട, അതാ നല്ലത്. എടാ, എന്നിട്ട് ബാക്കി പറ. ആ ബാക്കി എത്ര ഉള്ളൂ, സിനിമ തീർന്നു. ഷോടാ.